students, welcome to exam point. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വളരെ കഠിനാധ്വാനിയായ ഒരു മനുഷ്യന്റെ കഥയാണ്. ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത്. വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുമ്പോൾ ആരാന്നറിയാവോ? ബ്ലാക്ക് സ്മിത്ത് ആരാ? കൊല്ലപ്പണിക്കാരൻ എന്ന് കേട്ടിട്ടില്ലേ? അപ്പം കൊല്ലപ്പണിക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അയാളുടെ ഒരു ഇമേജ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊല്ലപ്പണിക്കാരനെ? സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള പണിക്കാരൊക്കെ തന്നെ വളരെ റെയറാണ്. പിന്നെ ചില മൂവീസിലൊക്കെ നമ്മൾ ഇങ്ങനെ കൊല്ലൻ്റെ ആലയിൽ പോവുക, ആയുധം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കൂടുതലും നമ്മൾ ആൾക്കാരെ കണ്ടിട്ടുള്ളത് അല്ലേ? അല്ലാതെ നമ്മൾ നേരിട്ട് കൊല്ലപ്പണിക്കാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തായാലും കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. സിറ്റി ഏരിയസിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒട്ടും സാധ്യതയില്ല കൊല്ലപ്പണിക്കാരെയൊക്കെ കാണാൻ. അപ്പോൾ എന്തായാലും നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഷോർട്ട് പോം അല്ലേ? അപ്പം എന്ന് വെച്ചാൽ നമുക്കറിയാം വില്ലേജിലുള്ള കൊല്ലപ്പണിക്കാരനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഓദർ. ഈ ഷോർട്ട് പോം എഴുതിയ ഓദർ. പോം നെയിംസ് പറയുള്ളൂ പറഞ്ഞിട്ടുണ്ട്, പോയം എന്ന് പറയില്ല, പോം. അപ്പോൾ എഴുതിയത് ആരാന്ന് നോക്കാം. ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെല്ലോ. വേർഡ്സ്വർത്ത് അല്ല കേട്ടോ. എപ്പോഴും പോയറ്റിൻ്റെ പേര് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മൾ വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞ് ഇവിടെയും പ്രൊനൗൺസിയേഷൻ ഏതായാലും വാട്സ്വർത്ത് എന്ന് പറയില്ല, വേർഡ്സ്വർത്ത്. അങ്ങനെ പറയുമ്പോൾ വേർഡ്സ്വർത്ത് ആ ഒരു പ്രൊനൗൺസിയേഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടണുണ്ടാവും. പക്ഷേ വില്യം വേർഡ്സ്വർത്തിൻ്റെയും ഹെൻറി വാട്സ്വർത്തിൻ്റെയും സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ്. ലോങ്ഫെല്ലോ, ദാറ്റ് ഇസ് ഹിസ് നെയിം. ജനിച്ചത് എപ്പോഴായിരുന്നു? 1807, മരിച്ചത് 1882. He was an American poet and educator whose works include Paul Revere Wright, The Song of Hiawatha and Evangeline. അപ്പോൾ എന്താണ്? അമേരിക്കൻ പോയറ്റും ഒരു എഡ്യൂക്കേറ്ററും ആയിരുന്നു അദ്ദേഹം. പിന്നെ എന്തായിരുന്നു വർക്ക്സിൽ എന്തൊക്കെയായിരുന്നു വരുന്നത്? പോൾ റിവേഴ്സ് സൈഡിലും ദ സോങ് ഓഫ് ഹയാവത ആൻഡ് ഇവാഞ്ചലിൻ, ഇതൊക്കെയായിരുന്നു റൈറ്റിംഗ്സ്. He was also the first American to translate Dante's The Divine Comedy. അപ്പോൾ ഡാൻറ്റെ അലിഗേരി എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ പോയറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇറ്റാലിയൻ നറേറ്റീവ് പോയം ആയിരുന്നു എന്ത്? ദ ഡിവൈൻ കോമഡി. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ഫസ്റ്റ് അമേരിക്കൻ ടു ട്രാൻസ്ലേറ്റ് അദ്ദേഹം ചെയ്തത് ഹെൻറിയാണ്. His first major poetry collections were Voices of the Night. 1839 ഇറങ്ങിയ Voices of the Nightഉം ആണ് മേജർ പോയട്രി കളക്ഷൻസ് വരുന്നത്. ആൻഡ് ബല്ലാഡ്സ്. ബല്ലാഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മ്യൂസിക്കൽ. ബല്ലാഡ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പോയമാണ് ദാറ്റ് ടെൽസ് എ സ്റ്റോറി അല്ലേ? എന്തെങ്കിലും ഒരു സ്റ്റോറി. പോം പഠിക്കുമ്പോൾ അതിലൊരു സ്റ്റോറി ഒളിച്ചിരിപ്പുണ്ടാവും. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ലൈൻസ്, അതിലൊരു കഥയുണ്ടാവും. അത് ട്രഡീഷണലി സെറ്റ് മ്യൂസിക് ആണ്. വിത്ത് മ്യൂസിക്, ഒരു മ്യൂസിക്കോടുകൂടിയാണത്. അതായത് ഒരു താളം ഉണ്ടാവും ആ പദ്യം ചൊല്ലുമ്പോൾ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ബല്ലാഡ്സ്. ആൻഡ് അതർ പോംസ് ദാറ്റ് ഇസ് 1841 ചെയ്തതാണ്. Longfellow wrote predominantly lyric poems known for their musical quality and often presenting stories of mythology and legend. എന്താണ് predominantly? എന്താണ് മോസ്റ്റ് പാർട്ടിൽ എപ്പോഴും ലിറിക് പോയംസ് ആണ് എഴുതിയിരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മ്യൂസിക്കൽ ക്വാളിറ്റിക്കാണ്. പിന്നെ മിത്തോളജി ആൻഡ് ലെജൻഡ്. മിത്തോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് വിച്ച് വർ ഒറിജിനലി ഷെയർഡ് ഇൻ സ്പോക്കൺ ഫോമാണ്. ഒരു പറച്ചിൽ, നമ്മളൊരു പറയില്ലേ, ആ ഒരു ഫോമിലാണ് സ്റ്റോറീസ് പോംസ് പറയുക. ആൻഡ് ലെജൻഡ്സ്, അതാണ് അതിൻ്റെ അർത്ഥം. മിത്തോളജി ആൻഡ് ലെജൻഡ് എന്ന് പറയുമ്പോൾ ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ആർ ടോൾഡ് ഇൻ എ സ്പോക്കൺ ഫോം. വർത്താനം പറയുന്ന രീതിയിൽ അതിലാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. The life and work of a common man provides an example of persistence and accomplishment. Let us read a poem about such a man. എന്താണ്? ഒരു മനുഷ്യൻ്റെ, ഒരു കോമൺ, ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവനും ജോലിയും എന്താണ്? അത് നമുക്കൊരു എക്സാമ്പിളാണ്, ഒരു ഉദാഹരണമാണ്. എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്ന് പറയുന്നത്? സ്ഥിരോത്സാഹത്തിൻ്റെയും പിന്നെ കടമ നിറവേറ്റലിൻ്റെ. ഓക്കെ, അപ്പോൾ സ്ഥിരോത്സാഹം വേണം. സ്ഥിരോത്സാഹം എന്തിനാണ് വേണ്ടത്? ഒരു കടമ എന്ന് പറയുന്നത് ഒരു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കടമക്ക് ഒരിക്കലും അവസാനമില്ല, അത് ഇങ്ങനെ കണ്ടിന്യൂയിങ് ആണ്. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ്റെ കഥയാണ്, ആ മനുഷ്യൻ്റെ ജീവിതമാണ്. അപ്പോൾ നമ്മൾ പോയറ്റിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അതിലൊരു ചെറിയൊരു കഥ പോലെ ഒളിച്ചിരിപ്പുണ്ടാവും. സോ ഇറ്റ്സ് മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് പറഞ്ഞത്. സോ let us check the poem, that is The Village Blacksmith. Under a spreading chestnut tree, the village smithy stands. The smith, a mighty man is he, with large and sinewy hands, and the muscles of his brawny arms are strong as iron bands. So, the poem is starting with the explanation of this man, that is a blacksmith. അപ്പോൾ ബ്ലാക്ക്സ്മിത്തിനെ കുറിച്ചുള്ള വർണ്ണിച്ചു കൊണ്ടിട്ടാണ് നമ്മുടെ കവിത തുടങ്ങുന്നത്. എന്താണ്? അണ്ടർ എ സ്പ്രെഡിങ് ചെസ്നട്ട് ട്രീ. ചെസ്നട്ട് ട്രീ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരു ട്രീ ആണ്. അതിൻ്റെ നട്ട് എഡിബിൾ ആണ്, നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല,
എങ്കിലും അതിൻ്റെ നട്ട് എഡിബിൾ ആണ്. സോ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ യൂറോപ്യൻ കൺട്രീസ്. സോ അതിൻ്റെ അടിയിൽ അണ്ടർ എ സ്പ്രെഡിങ് ചെസ്നട്ട് ട്രീ, ഒരു ചെസ്നട്ട് ട്രീയുടെ അടിയിലാണ് ദ വില്ലേജ് സ്മിത്തി സ്റ്റാൻസ്. വില്ലേജ് സ്മിത്തി എന്ന് പറയുമ്പോൾ ഇവിടെ പോയറ്റിക് ലാംഗ്വേജിലാണ് സ്മിത്തിനെ സ്മിത്തി ആക്കിയിട്ട് ഒരു ലൈക്ക് നമ്മൾ എന്താണ് പോയം എഴുതുമ്പോൾ അതിനൊക്കെ ഒരു ഇത് വേണ്ടേ, താളം വേണ്ടേ. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് റിട്ടൺ ദ വില്ലേജ് സ്മിത്തി സ്റ്റാൻസ്. അവിടെ നിൽക്കുവാണ്. ദ സ്മിത്ത് എ മൈറ്റി മാൻ ഇസ് ഹി. എങ്ങനെയുള്ള മനുഷ്യനാണ്? നല്ല ആരോഗ്യ ദൃഢദാർത്ഥനായ മനുഷ്യനാണ് നമ്മുടെ സ്മിത്ത്. സ്മിത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലനാണ്. വിത്ത് ലാർജ് ആൻഡ് സിനവി ഹാൻഡ്സ്. ലാർജ് ആൻഡ് സിനവി ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ സിനവി എന്ന് വെച്ചാൽ മസ്കുലർ അല്ലേ, ഭയങ്കര സ്ട്രോങ് മസ്കുലർ ഹാൻഡ്സ് ആണോ ഉള്ളതെന്നാണ് പറയുന്നത്. ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രോണി ആംസ്. ബ്രോണി എന്ന് പറഞ്ഞാൽ ഫിസിക്കലി സ്ട്രോങ്. ബ്രോണി എന്ന് പറഞ്ഞാൽ ഫിസിക്കലി സ്ട്രോങ് ആണ്. അപ്പോൾ ആൻഡ് ദ മസിൽസ്, ആ ഫിസിക്കലി സ്ട്രോങ്ങിലെ ഹാൻഡ്സിലെ മസിൽസ് ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്. മസിൽ എന്ന് പറയുമ്പോൾ തൊടുമ്പോൾ ഇങ്ങനെ ആവണമെന്നല്ല, ദാറ്റ് ഈസ് വെരി സ്ട്രോങ് ആസ് അയൺ ബാൻഡ്. അയൺ ബാൻഡിൻ്റെ അത്രയും തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ആണ് ആർക്കുള്ളത്? വില്ലേജ് ബ്ലാക്ക് സ്മിത്തിനുള്ളത്. വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എങ്ങനെയാണ് പണിയെടുക്കുന്നത്? ഇങ്ങനെ അല്ലേ. അപ്പോൾ സോ ഹിസ് ഹാൻഡ് ഇസ് ഓൾവേസ് വർക്കിംഗ്. അപ്പോൾ എങ്ങനെയാവും? പണിയെടുക്കുന്ന കൈ ആയതുകൊണ്ട്. കൈ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പണിയെടുക്കുന്ന കൈ പണിയെടുക്കാത്ത കൈ എന്ന് പറയുന്നവരുണ്ട്. ബിക്കോസ് പണിയെടുക്കുന്നവരുടെ കൈ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഭയങ്കര കട്ടിയായിരിക്കും, സോഫ്റ്റ്നെസ് ഒക്കെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ വില്ലേജ് സ്മിത്തി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഹാർഡ് വർക്കാണ്. കൈ മീൻസ് ആ സാധനം, ആ കൊല്ലൻ്റെ ആലയിലുള്ള ആ പണിയായുധം എടുത്ത് പൊക്കി അടിച്ച് നിരത്തി അങ്ങനെയാണ് തീച്ചൂളയിൽ ഉരുക്കി, അതല്ലേ, അങ്ങനെയല്ലേ അവർ ഓരോ ആയുധങ്ങളും ഓരോ സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് അല്ലേ, ഭയങ്കര. അതുകൊണ്ട് തന്നെ കൈയൊക്കെ നല്ല സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. The poet here describes the appearance of the village smith in the village by talking about his physique and how strong his arms look. എങ്ങനെയാണ് കവി ഇവിടെ അപ്പിയറൻസ്, ആ കൊല്ലൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, അയാളുടെ ഇതാണ് പറയുന്നത്, അപ്പിയറൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആരോഗ്യമുള്ളത്, അബൌട്ട് ഹിസ് ഫിസിക് അല്ലേ, ശരീര ലുക്ക് എങ്ങനെയാണ്, പിന്നെ കൈകൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് വർണ്ണിക്കുന്നത്. The poet gives a description of his strong arms and muscles, which is a result of the hard work that he does being a blacksmith and which frames his body like this. എങ്ങനെയാണ് ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടാണ് ആ ബോഡി അത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന ബോഡിയിലാണ് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളത്. ഒരു വർക്കും ചെയ്യാതെ ചുമ്മാ വീട്ടിലിരിക്കണവർക്ക് മസിലൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ടി വരും അല്ലേ. ഇവിടെ നമ്മുടെ സ്മിത്തിന്, വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന് എന്താണ്, എങ്ങും പോകേണ്ട ആവശ്യം വരുന്നില്ല. പണിയെടുത്ത് ആ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ്, ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങനെ ഇരിക്കുന്നത് എന്നാണ് പോയറ്റ് പറയുന്നത്. His hair is crisp and black and long. His face is like the tan. His brow is wet with honest sweat. He earns whatever he can and looks the whole world in the face, for he owns not any man. എന്താ പറയുന്നത്? His hair is crisp and black and long. മുടി എങ്ങനെയാണ്? മുടി ക്രിസ്പ് എന്ന് പറയുമ്പോൾ എന്താണെന്നോ, ഡ്രൈ ആണ്. ആ പണിയെടുക്കുന്ന ആ മനുഷ്യൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആണ്, പിന്നെ കറുത്തതാണ്, നീളമുള്ളതാണ്. ഹിസ് ഫേസ് ഇസ് ലൈക്ക് ദ ടാൻ. ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മൾ സൺസ്ക്രീനൊക്കെ ഒന്നും തേക്കാതെ ഒരു ദിവസം, ഒരു ദിവസം ഒന്നുമല്ല, ഒരു 2 മണിക്കൂർ ഒന്ന് സൂര്യൻ്റെ അടുത്ത് പോയി നിന്നു. സൂര്യൻ്റെ അടുത്തൊന്നും വേണ്ട, വല്ല ഗ്രൗണ്ടിലോട്ടോ പുറത്തോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി. കുറച്ചിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ 2 ഷെയ്ഡ് കാണാം. അതായത് വെയിൽ കൊണ്ട ഭാഗത്തുള്ള ഷെയ്ഡും വെയിൽ കൊള്ളാത്ത ഭാഗത്തുള്ള ഷെയ്ഡും രണ്ടുണ്ടായിരിക്കും. ഈവൻ നമ്മൾ ഡ്രസ്സ് ധരിക്കണ അനുസരിച്ച്, ഇപ്പോൾ ഇത്രയുള്ള ഡ്രസ്സ് സ്ലീവ് ഉള്ള ആളാണെങ്കിൽ സ്ലീവ് അത്രയുള്ള ഡ്രസ്സാണ്. ഇപ്പോൾ നിങ്ങളുടെ യൂണിഫോം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡ്രസ്സ് മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഭാഗം വെളുത്തും ഈ ഭാഗം കറുത്തായിരിക്കും. ദാറ്റ് ഈസ് എ എഫക്റ്റ് ഓഫ് ടാൻ അല്ലേ. സൂര്യൻ്റെ വെയിൽ കൊണ്ടുണ്ടാവുന്ന ഇമ്പാക്റ്റ് ആണത്. ഇപ്പോൾ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനെ വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫേസ് ഇസ് ലൈക്ക് ടാൻ, ഒരു ബ്രൗണിഷ് യെല്ലോ കളർ, അങ്ങനത്തെ ഒരു കളറാണ് ടാൻ. സൂര്യൻ്റെ ഇത് കൊണ്ടിട്ട് അങ്ങനെ ആയതാണ്. ഹിസ് ബ്രോ ഇസ് വെറ്റ് വിത്ത് ഹോണസ്റ്റ് സ്വെറ്റ്. ബ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റി അല്ലേ. നെറ്റി എങ്ങനെയാണ്? വേർപ്പ് തുള്ളികളാണ്. ഹോണസ്റ്റ് സ്വെറ്റ് എന്നാണ് പറയുന്നത്. വെറുതെ ഒരു വേർപ്പിനെ വെറുതെ പറഞ്ഞേക്കുമല്ല, സത്യസന്ധമായ വേർപ്പ്. എന്താണ് സത്യസന്ധമായ വേർപ്പ്? സത്യസന്ധമായ വേർപ്പ് എന്ന് പറഞ്ഞൊരു വേർപ്പുണ്ടോ? ഇല്ലല്ലോ. ഇത് കഠിനാധ്വാനം ചെയ്യുന്ന, സത്യസന്ധമായി ജോലി ചെയ്യുന്ന കഠിനാധ്വാനിയായ മനുഷ്യൻ പണിയെടുക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള വേർപ്പായതുകൊണ്ടാണ് അതിനെ ഹോണസ്റ്റ് സ്വെറ്റ് എന്ന് പറയുന്നത്. ഹി ഏൺസ് വാട്ട് എവർ ഹി ക്യാൻ. അവന് സമ്പാദിക്കാവുന്നത് അത്രയും അവൻ സമ്പാദിക്കുന്നുണ്ട്. ആൻഡ് ലുക്സ് ദ ഹോൾ വേൾഡ് ഇൻ ദ ഫേസ്. എങ്ങനെയാണ് ഈ ലോകത്തെ മുഴുവൻ നോക്കിക്കാണുന്നത്?
ധൈര്യത്തോടെയാണ്. ഹി ഓസ് നോട്ട് എനി മാൻ. ഒരാളെയും പേടിക്കേണ്ട ആവശ്യമോ ഒന്നും കൊല്ലലില്ല എന്നാണ് പറയുന്നത്. കൊല്ലൽ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് സ്മിത്ത്. The poet gives some details of his appearance in the poem. He says that his hair is black, crisp and long, which comes from dwelling in the sun all day. Long harsh sun rays tan his face during the day. അപ്പോൾ രാവിലെ പണിയെടുക്കുമ്പോൾ കൊല്ലൻ്റെ ആല എന്ന് പറയുമ്പോൾ ഓപ്പൺ ആണ്. കാരണം ഈ തീയും ഇതുമൊക്കെ ഈ അടച്ചിട്ട മുറിയിലാകുമ്പോൾ കൊല്ലന് തന്നെ ഫ്രസ്ട്രേഷനായി, അതിൻ്റെ പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഫുള്ളി ക്ലോസ്ഡ് ഒന്നും അല്ല. ഇപ്പം നമ്മളിരിക്കുന്ന പോലെ ക്ലാസ് റൂം പോലെ ഫുള്ളി ക്ലോസ്ഡ് സ്ട്രക്ചർ ഒന്നും അല്ല, ബിൽഡിംഗ് ഒന്നും അല്ല. അപ്പോൾ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിൽ സൂര്യതാപം ഏൽക്കും. വെയിലിനനുസരിച്ച് പല അതായത് ഉച്ചക്കത്തെയും പകലത്തെയും വൈകുന്നേരത്തേക്ക് സൂര്യൻ്റെ വെളിച്ചം അയാളുടെ മുഖത്തിട്ടടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അയാളുടെ മുഖം സൂര്യതാപം ഏറ്റ പോലെ അല്ലെങ്കിൽ സൂര്യൻ്റെ ആ ടാൻ ഉള്ളതെന്നാണ് പറയുന്നത്. ഹീ ഈസ് സ്വെറ്റിംഗ് ഫ്രം ദ ഹാർഡ് വർക്ക് ദാറ്റ് ഈസ് ഡൂയിങ്. അല്ലേ, കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് വിറക്കുന്നത്. അതുകൊണ്ടാണ് ഹോണസ്റ്റ് സ്വെറ്റ് എന്ന് പറയുന്നത്. ഹീ ഈസ് പ്രൗഡ് ആൻഡ് ഡിഗ്നിഫൈഡ് ആസ് ഹീസ് ആൻ ഹോണസ്റ്റ് മാൻ. അല്ലേ, അദ്ദേഹത്തിന് ഭയങ്കര അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു ജോലിയാണ് ചെയ്യുന്നത് ആസ് എ ഹോണസ്റ്റ് മാൻ. ആൻഡ് ഹി ഏർൺസ് ഹിസ് ലിവിങ് ഇൻ ഹോണസ്റ്റി. സത്യസന്ധമായിട്ടാണ്, ഒരു കള്ളത്തരവും കാണിക്കാതെയാണ്, ജോലിയിൽ ഒരു കൃത്രിമവും ഒന്നും കാണിക്കാതെയാണ് പൈസ സമ്പാദിക്കുന്നത്. ഹെൻസ് ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് എനിവൺ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ മനുഷ്യരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റും. ബിക്കോസ് ഹി ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് എനിവൺ. ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. മനസ്സിലായോ? These all are the marker of his hard work, which makes his body rough and strong. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ടാണ് ബോഡി സ്ട്രോങ്ങും ആണ്, അതേസമയം റഫും ആണ്. മുടിയൊക്കെ ഡ്രൈ ആണെന്ന് പറഞ്ഞില്ലേ. However, he is a man who is not affected by his poor and harsh condition to fall into temptations of cheating and unfair business. എന്നിരുന്നാൽ കൂടി എന്തൊക്കെ കഷ്ടപ്പാടുണ്ടാവട്ടെ, എന്തെങ്കിലും ഉണ്ടാവട്ടെ, ആരെയും വഞ്ചിച്ചോ പറ്റിച്ചോ തൻ്റെ സ്വന്തം കണ്ടീഷൻ മാറ്റണം എന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. The blacksmith is a noble man who does his business honestly. ബ്ലാക്ക് സ്മിത്തിന് ഈ നമ്മുടെ പദ്യത്തിൽ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് നല്ല സത്യസന്ധനായ ഒരു മനുഷ്യൻ ആയിട്ടാണ്. മനസ്സിലായല്ലോ? അപ്പൊ നെക്സ്റ്റ് ലൈൻ നോക്കാം. Week in, week out, from morn till night, you can hear his bellows blow. You can hear him swing his heavy sledge with measured beat and slow, like a sexton ringing the village bell when the evening sun is low. എന്താണ്? വീക്കിൻ, ആഴ്ച വന്നാലും പോയാലും രാവിലെ തുടങ്ങി രാത്രി വരെ ഈ കൊല്ലൻ ഈ അടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാന്ന് പറയുന്നത്. യു ക്യാൻ ഹിയർ ഹിസ് ബെല്ലോസ് ബ്ലോ. കൈ ഇങ്ങനെ പൊങ്ങുന്ന, നിങ്ങൾക്ക് പടത്തിൽ കാണാൻ പറ്റും, ആ കൈ ഇങ്ങനെ പൊങ്ങുന്ന ആ ശബ്ദം കേൾക്കാൻ പറ്റും. യു ക്യാൻ ഹിയർ ഹിം സ്വിങ് ഹിസ് ഹെവി സ്ലെഡ്ജ്. ഹെവി സ്ലെഡ്ജ്, ഹാമർ, അതാണ് ഹെവി സ്ലെഡ്ജ്, ദിസ് തിങ് നോ. ആ ഹെവി സ്ലെഡ്ജ് അടിക്കുന്ന ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വിത്ത് മെഷേർഡ് ബീറ്റ് ആൻഡ് സ്ലോ. ചുമ്മാ ഇങ്ങനെ കൊട്ടണമില്ല, അതിലൊരു താളമുണ്ട് അല്ലേ. ഇങ്ങനെ കൊട്ടി പിന്നെ തിരിച്ചു കൊട്ടി, അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ലൈക്ക് എ സെക്സ്റ്റൻ റിങ്ങിങ് ദ വില്ലേജ് ബെൽ. സെക്സ്റ്റൻ ആരാ? കപ്പ്യാര് എന്ന് പറഞ്ഞാൽ അറിയൂലേ? അടിക്കപ്പ്യാര് കൂട്ടമണി സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അതിൽ കപ്പ്യാര് എന്ന് പറയുന്നത് പള്ളിയിൽ മണിയടിക്കുന്ന ഒരാളാണ്. സോ ലൈക്ക് എ സെക്സ്റ്റൻ റിങ്ങിങ് ദ വില്ലേജ് ബെൽ വെൻ ദ ഈവനിങ് സൺ ഇസ് ലോ. അല്ലേ, ഈവനിങ് സൺ എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യന് ചൂടൊന്നും ഇല്ലാത്ത സമയം, അത് താന്ന് നിൽക്കുമ്പോൾ അതേപോലെ വെല്ലടിക്കുന്ന പോലെയാണ് കൊല്ലന്റെ കയ്യിലെ ആയുധം ഒച്ച ഉണ്ടാക്കുന്നത് എന്നാണ് കവി വർണ്ണിക്കുന്നത്. The poet now says how hard the village blacksmith works day and night with his bellows and tools. അപ്പോൾ കൈയും ആയുധങ്ങളും കൊണ്ട് രാവിലെ തുടങ്ങി രാത്രി വരെ ആഴ്ചയും വന്നാലും പോയാലും ഒക്കെ പണിയെടുക്കുന്ന ഒരു കൊല്ലന്റെ പടമാണ് നമുക്ക് കവി കാണിച്ചു തരുന്നത്. One can hear the blows from his bellow and him dragging his heavy sly. എന്ന് വെച്ചാൽ ഈ അത് ഭയങ്കര വെയിറ്റ് ഉള്ളതാ ഈ സ്ലൈ, ആ ഹാമർ സാധനം. നമ്മൾ അത്രയും അതുകൊണ്ടിട്ടാണ് അത് അങ്ങനെ അടിച്ച് നിരത്തി ഇതാക്കണം. ചുമ്മാ ഒരു സാധനത്തിൽ പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് പരന്നൊന്നും വരില്ലല്ലോ, നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പൊ എന്തോരം ശക്തി എടുക്കണുണ്ടാവുന്നു. ഹി ഡ്വെൽസ് ഫ്രം സൺറൈസ് ടു സൺസെറ്റ് എവറി ഡേ. എപ്പോഴും ഈ പണിയെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സൺറൈസ് ടു സൺസെറ്റ്. മനസ്സിലായോ? സൺറൈസ് ടു സൺസെറ്റ് ആണ് എല്ലാ സമയവും അദ്ദേഹം പണിയെടുക്കുന്നത്. And children coming home from school look in at the open door. They love to see the flaming forge and hear the bellows roar and catch the burning sparks that fly like chaff from a threshing floor. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ഇങ്ങനെ ഫുൾ ക്ലോസ്ഡ് അല്ല, ആ ഓപ്പൺ ഡോറിൽ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കണം ഇഷ്ടമാണ്. ദേ ലവ് ടു സീ ദ ഫ്ലേമിംഗ് ഫോർജ്. ഫ്ലേമിംഗ് ഫോർജ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫയർ ഇല്ലേ, ആ ചൂട് ഞാൻ പറഞ്ഞു, തീയിൽ ഉരുക്കിയെടുത്തിട്ടാണ് ഓരോ ആയുധങ്ങൾക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ തീ, ആ ഷേപ്പില്ലേ,
ആ തീ കണ്ടുകൊണ്ടിരിക്കാൻ പിള്ളേർക്ക് ഇഷ്ടമാണ്. പിന്നെ എന്താണ്, ആൻഡ് ഹിയർ ദ ബെല്ലോസ് റോൾ, ഈ അടിക്കുന്ന ശബ്ദം അത് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ക്യാച്ച് ദ ബേണിംഗ് സ്പാർക്സ് ദാറ്റ് ഫ്ലൈ, ഇത് ഇങ്ങനെ പോകുമ്പോൾ ഈ തീപ്പൊരി ഇങ്ങനെ പറക്കണത് അതിനെ പിടിക്കാനും ഇഷ്ടമാണെന്ന്. ലൈക്ക് ചാഫ് ഫ്രം എ ത്രഷിങ് ഫ്ലോർ, ഒരു ചാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ മെതിക്കുന്ന സ്ഥലം, മെതിക്കളം എന്നാണ് ത്രഷിങ് എന്ന് പറയുന്നത്. മെതിക്കളം അരിയൊക്കെ ഇതാക്കി നെല്ലൊക്കെ മെതിക്കുമ്പോൾ അതിൻ്റെ ഇവിടെ ചാഫ് ഉണ്ട്. ചാഫ് എന്ന് പറയുന്നത് ഹസ്ക് ഓഫ് കോൺ ആണ്, പതിര്. അതിങ്ങനെ പറക്കണത് അത് ത്രഷിങ് ഫ്ലോറിൽ നിന്ന് പറക്കണ പോലെ തന്നെയാണ് കൊല്ലൻ്റെ ആലയിലും ഈ തീപ്പൊരി ഇങ്ങനെ ഇതാവണമെന്നാണ് പറയുന്നത്. ഓക്കെ, ബേണിംഗ് സ്പാർക്സ്. The poet is speaking about how the children are mesmerized by his work. അപ്പോൾ എന്താണ് കവി പറയുന്നത്, പിള്ളേരെല്ലാവരും ഒരു ഒരു മാജിക് കാണുന്ന ഒരു ഫീലോടുകൂടിയാണ് കൊല്ലം പണിയെടുക്കുന്നത് കാണുന്നത്. They are excited to look through the open door to see the sparks flying from the flames and his bellow hitting the metal. എന്താണ് ആ ഇതിൽ കൂടെ നോക്കി, ആ ഓപ്പൺ ഡോറിൽ കൂടി നോക്കി, അതും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി നോക്കി സ്പാർക്സ് ഫ്ലൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തീപ്പൊരി പറക്കുന്നത് കാണാൻ ഇഷ്ടമാണ്, പിന്നെ മെറ്റൽ അടിക്കണായി കാണാൻ ഇഷ്ടമാണ്. They love to see how the flames and sparks are forming shapes in the air. ഇങ്ങനെ പറന്ന് പൊങ്ങി ഓരോ ഷേപ്പ് ഫോം ചെയ്യുന്നത് കാണാനും അവർക്ക് ഇഷ്ടമാണ്. He goes on Sunday to the church and sit among his boys. He hears the parson pray and preach. He hears his daughter's voice singing in the village choir and it makes his heart rejoice. എന്താണ്, എല്ലാ സൺഡേയും പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആൻഡ് സിറ്റ്, അദ്ദേഹത്തിൻ്റെ മക്കളുടെ കൂടെയാണ്, ബോയ്സിൻ്റെ കൂടെ ഇരിക്കും. ഹിയേഴ്സ് എ പാർസൺ പ്രേ, ആൻഡ് പാർസൺ എന്ന് വെച്ചാൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കാറുണ്ട്. ഈ ഹിയേഴ്സ് ഹിസ് ഡോട്ടേഴ്സ് വോയിസ്, അപ്പം കൊയറിൽ പാട്ട് പാടുന്ന സൗണ്ട് കേൾക്കും. പിന്നെ ആൻഡ് ഇറ്റ് മേക്സ് ഹിസ് ഹാർട്ട് റിജോയ്സ്, അത് കേൾക്കുമ്പോൾ സന്തോഷം, ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാറുണ്ടെന്നാണ് പറയുന്നത്. In these lines, the poet is trying to show that the blacksmith is also part of the society, where he participates in the social practices and customs. എന്താണ് ബ്ലാക്ക് സ്മിത്ത്, കൊല്ലൻ എന്ന് പറയുന്നത് അയാളുടെ പണി ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും, ആഴ്ചയിലും എല്ലാ ദിവസവും മോർണിംഗ് തുടങ്ങി രാത്രി വരെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി അയാളും ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ടിട്ടാണ് അയാൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത്. മനസ്സിലായോ? അതിനാണ് ഈ വരി ഇവിടെ അർത്ഥമാക്കുന്നത്. ആ വരി കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് അതാണ്, കൊല്ലനും ഒരു സൊസൈറ്റിയുടെ ഭാഗം തന്നെയാണ്. അയാളെ നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരാളോ അങ്ങനത്തെ ഒരാളൊന്നും അല്ല. ഹി ഗോസ് ടു ദ ചർച്ച് ഓൺ സൺഡേസ് ആൻഡ് സിറ്റ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്, അല്ലേ, അയാളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരിക്കും. ഹി വാച്ചസ് ഹിസ് ഡോട്ടേഴ്സ് സിംഗിങ് ഇൻ ദ കൊയർ ആൻഡ് ഇറ്റ് മേക്സ് ഹിം ഫീൽസ് ഹാപ്പി, അല്ലേ. എന്താണ് മോളിൽ പള്ളിയിൽ പോകുമ്പോൾ മോളിലായിരിക്കും കൊയറിൽ പാട്ട് പാടണം, അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്നാണ് കവി പറയുന്നത്. ഇറ്റ് സൗണ്ട്സ് ടു ഹിം ലൈക്ക് എ മദേഴ്സ് വോയിസ് സിംഗിങ് ഇൻ പാരഡൈസ്. He needs must think of her once more, how in the grave she lies, and with his hard, rough hand he wipes a tear out of his eyes. അപ്പം എന്താണ് ആ ശബ്ദം കേൾക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ, മോളിൽ ശബ്ദം കേൾക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെ കേട്ടിരുന്ന ആ വ്യക്തി ഇപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ആലോചിക്കുന്നത് ആ മോളുടെ അമ്മയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അല്ലേ. അപ്പോൾ ആ ഭാര്യയെ മരിച്ചുപോയി. കാരണം എന്താണ്, സിംഗിങ് ഇൻ പാരഡൈസ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സ്വർഗത്തിലിരുന്ന് പാട്ട് പാടുന്ന ശബ്ദം കേൾക്കുന്നത് പോലെ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലിരുന്ന് പാട്ട് പാടുമ്പോൾ എന്തായാലും ആ വ്യക്തി വരിച്ചിട്ടാണല്ലോ. ഹി നീഡ്സ് മസ്റ്റ് തിങ്ക് ഓഫ് ഹർ വൺസ് മോർ, ഹൗ ഇൻ ദ ഗ്രേവ് ഷീ ലൈസ്. കുഴിമാടത്തിലെ എങ്ങനെയാണ് അവൾ കിടക്കുന്നത്, അതല്ലെങ്കിൽ അത് ഭാര്യനെ പിന്നെയും ഓർമ്മ വരികയാണ് അദ്ദേഹത്തിന്. ആൻഡ് വിത്ത് ഹിസ് ഹാർഡ് റഫ് ഹാൻഡ് ഹി വൈപ്സ് എ ടിയർ ഔട്ട് ഓഫ് ഹിസ് ഐസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്ട്രോങ് ആയ ഹാർഡായ കൈ കൊണ്ട് കണ്ണീര് ഒപ്പുന്നുണ്ട്. ഒരു പച്ചയായ മനുഷ്യനെയാണ് കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലേ. നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രയും സ്ട്രോങ് ആണ്, അത്രയും ബലവാനാണ്, അത്രയും സ്ട്രോങ് ഫിസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം വളരെ നിർമ്മലനായ ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. He gets emotional as he sees his daughter singing in the choir, which reminds him of his wife, അല്ലേ. ആ ഭാര്യനെ ഓർമ്മ വരികയാണ് മോളുടെ ശബ്ദം കേൾക്കുമ്പോൾ. His wife passed away and he is remembering her singing for him. ഭാര്യ മരിച്ചുപോയി, ആ ഭാര്യ അയാൾക്ക് വേണ്ടി പാട്ട് പാടിയിരുന്നത് ഒരു നിമിഷം അയാൾ ഓർക്കുകയാണ്. He sees an image or reflection of his wife in his daughter. ഭാര്യയുടെ ഒരു പ്രതിച്ഛായയും ഭാര്യയുടെ ശബ്ദമാധുര്യവും ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് തന്നെ മേളിൽ അയാൾ ഭാര്യയെ കാണുകയാണ്. He finds her voice and singing divine, which brings tears to his eyes. ആ ശബ്ദവും അത്രയും ദൈവികമായിട്ടൊക്കെ തോന്നുമ്പോൾ അദ്ദേഹം കരയുകയാണ്. These lines shows the noble character of the blacksmith and his love for his family. അദ്ദേഹത്തിൻ്റെ ആ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ അത്രയും നല്ല സ്വഭാവവും
അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹമൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. Toiling, rejoicing, sorrowing, onward through life he goes. Each morning sees some task begin, each evening sees it close. Something attempted, something done has earned a night's repose. എന്താണ് പറയുന്നത്? ടോയിലിംഗ്, റിജോയ്സിങ്, സോറോയിങ്. ടോയിലിംഗ്, റിജോയ്സിങ് എന്ന് പറഞ്ഞാൽ അധ്വാനം അല്ലേ, അധ്വാനിക്കുന്നു. പിന്നെന്താണ്? റിജോയ്സിങ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നു. പിന്നെന്താണ്? ദുഃഖിക്കുന്നു. ഓൺവേർഡ് ത്രൂ ദ ലൈഫ് ഹി ഗോസ്. ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പോകുന്നത് അധ്വാനം, അതിനിടയിൽ കുറച്ച് സന്തോഷം, പിന്നെ കുറച്ച് സങ്കടങ്ങൾ, അങ്ങനെ ആ ഒരു ഇതിലാണ്, ആ ഒരു പാറ്റേൺ ആണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈച്ച് മോർണിംഗ് സീ സം ടാസ്ക് ബിഗിൻ. എല്ലാ ദിവസവും തുടങ്ങുന്നത്, എല്ലാ പകലുകളും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതാണ് അല്ലേ. ഓരോ ടാസ്ക് തുടക്കം കുറിക്കുന്നു. ഈച്ച് ഈവനിങ് സീസ് ഇറ്റ് ക്ലോസ്. എല്ലാ വൈകുന്നേരങ്ങളിലും അത് അവസാനിക്കുന്നതും അദ്ദേഹത്തിന് കാണാം. സംതിങ് അറ്റംപ്റ്റഡ്. എന്താണ്? ചിലതൊക്കെ അറ്റംപ്റ്റഡ് ആണ്, ചിലതൊക്കെ ശ്രമിച്ച് നിർത്തിയിട്ടുണ്ട്, ചിലതൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞു, ചിലതൊക്കെ ശ്രമിച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല. മനസ്സിലായോ? ചിലതൊക്കെ തുടക്കി വെച്ചിട്ട് അന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റില്ലല്ലോ. അതാണ് സംതിങ് അറ്റംപ്റ്റഡ്, സംതിങ് ഡൺ. ചിലതൊക്കെ തീർന്നു. ഹാസ് ഏൺഡ് എ നൈറ്റ്സ് റീപോസ് എന്ന് വെച്ചാൽ ഇത് ആ രാത്രിയുടെ ആമങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. കുറച്ച് തീർത്തതും കുറച്ച് തീരാനുള്ളതും കുറച്ച് തുടങ്ങി വെച്ചതും അങ്ങനെയുള്ള ജോലികളുമായിട്ട് ആ രാത്രി അവസാനിക്കുകയാണ്. ആൻഡ് ഹെൻസ് ഹി ലീവ്സ് ഹിസ് ലൈഫ് ലൈക്ക് ദിസ്, ടോയിലിംഗ് ഫോർ ഹിസ് ലിവിംഗ്, റിജോയ്സിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഡോട്ടർ, റിമെമ്പറിംഗ് ഹിസ് വൈഫ് ആൻഡ് മെമ്മറീസ്. ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ജീവിതം ഇങ്ങനെയാണ്. ടോയിലിംഗ് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നു. ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ഫ്രണ്ട്സിൻ്റെ കൂടെ സന്തോഷിക്കുകയും മകളെ കാണുമ്പോൾ ഭാര്യയെ ഓർക്കുകയും അവളുടെ ഓർമ്മകളെ ഓർക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഹി ബിഗിൻസ് ഹിസ് വർക്ക് ഇൻ ദ മോർണിംഗ് ആൻഡ് ഡെൽസ് ടിൽ നൈറ്റ് ടു ഏൺ ഹിസ് ലിവിംഗ്. രാവിലെ വർക്ക് ആരംഭിക്കുന്നു, രാത്രി വരെ അത് തുടർന്നുകൊണ്ടിരിക്കുവാണ്. എന്തിനാണ്? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ശ്രമത്തിൽ. He would try to attempt to do something new, and some work would complete for the day, and some he would think to finish the next day. ചിലതൊക്കെ അന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നുണ്ട്, അന്ന് തന്നെ അവസാനിപ്പിക്കുന്നുണ്ട്. ചിലതൊക്കെ തുടങ്ങിയാലും പിറ്റേ ദിവസത്തേക്ക് അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹം വെക്കുന്നുമുണ്ട്. These lines mean that the blacksmith deals with work that is similar work of a lot of thoughtless physical work. He is following similar works every day to earn a living and sleep at peace. കഴിഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ അദ്ദേഹം ശാന്തമായിട്ട് ഉറങ്ങുന്നത്. മനസ്സിലായല്ലോ കവിത എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. താങ്ക്സ് ടു thee, my worthy friend, for the lesson thou hast taught. Thus at the flaming forge of life our fortunes must be wrought. Thus on its sounding anvil shaped each burning deed and thought. എന്താണ് പറയുന്നത്? താങ്ക്സ് ടു thee, my worthy friend. എൻ്റെ വിശ്വസ്തനായ കൂട്ടുകാരൻ, എൻ്റെ യോഗ്യനായ കൂട്ടുകാരന് നന്ദി എന്നാണ് കവി പറയുന്നത്. ഫോർ ദ ലെസൺ ദോ ഹാസ് taught. എന്താണ്? ഈ പാഠം പഠിപ്പിച്ചു തന്നേനെന്ന്. ഏത് പാഠമാണ് പഠിപ്പിച്ചതെന്ന്? ദസ് അറ്റ് ദ ഫ്ലേമിംഗ് ഫോർജ് ഞാൻ പറഞ്ഞു, കൊല്ലൻ്റെ ആലയിലെ ആ തീ ചൂള, അതാണ് ഫ്ലേമിംഗ് ഫോർജ് ഓഫ് ലൈഫ്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ തീച്ചൂളയിൽ അവർ ഫോർച്യൂൺസ് മസ്റ്റ് ബി റൂട്ട് എന്ന് വെച്ചാൽ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഭാഗ്യം, റൂട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കണം അല്ലേ. നമ്മുടെ തീച്ചൂള, നമ്മുടെ ജീവിതമാകുന്ന തീച്ചൂളയിൽ നമ്മൾ ഭാഗ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. Thus on its sounding anvil shaped each burning deed and thought. എന്താണ്? കൊല്ലൻ പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇതിൽ അല്ലേ, ഒരു പണിയെടുക്കുമ്പോൾ ഇത് ഒരു സാധനം കാണുന്നുണ്ടോ, ഒരു ഇമേജ്. ആ കൊല്ലൻ്റെ ആ ഹാമർ ഇടിക്കുന്ന സ്ഥലം, അതാണ് അൻവിൽ ഷേപ്ഡ്. അൻവിൽ ഷേപ്ഡ് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ പുറത്തിട്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഇടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതവും ഈ ഡീഡും പ്രവൃത്തിയും ചിന്തകളും ഒക്കെ ഒരുപാട് കത്തിയെരിയുന്ന ചിന്തകളും എന്താണ് മെമ്മറി തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ ഉള്ളിലും. അപ്പം നമ്മളുടെ ഭാഗ്യം ഉണ്ടാക്കിയെടുക്കണം. നമ്മളും കൊല്ലൻ്റെ ആലയിലെ പോലെയാണ് നമ്മുടെ ജീവിതവും എന്നാണ് കവി പറയുന്നത്. In this last stanza, the poet is thanking the blacksmith for a lesson that he has taught him without his knowledge. കൊല്ലൻ്റെ അറിവോടു കൂടെ അല്ലാതെ കൊല്ലൻ പഠിപ്പിച്ചു തന്ന ആ ഏറ്റവും വലിയ പാഠത്തിന് കവി നന്ദി പറയുകയാണ്. The way the blacksmith delves day and night teach him that we are makers of our fate and each day we shape our future and life with our own hands. എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ ഒരു കൊല്ലൻ്റെ ആലയിൽ പണിയെടുക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ, നമ്മുടെ
ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ നമ്മളുടെ തന്നെ സൃഷ്ടികളാണെന്നാണ് കവി പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളും ഭാഗ്യം ഉണ്ടാക്കിയെടുക്കാം. വിധി എന്ന് പറഞ്ഞ സാധനത്തിനേക്കാൾ കവി പറയുന്നത് നമ്മളും നമ്മുടെ ഭാവി ഭാവിയിൽ ഒരു ഷേപ്പ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഭാവിനെ ഒന്ന് സേഫ് ആക്കുക എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് മോൾഡ് ചെയ്തെടുക്കാനാണ് കവി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന ഷോർട്ട് പോം ഹാസ് ഫിനിഷ്ഡ്. അതിൽ കവി ഉദ്ദേശിക്കുന്നത് ഒരു കൊല്ലൻ്റെ ജീവിതവും ആ കൊല്ലൻ്റെ ജീവിതത്തോട് കണക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള വളരെ മനോഹരമായ ഒരു ചിന്തയാണ് കവി ഇവിടെ അവശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ചിന്തയിൽ തന്നെ നമുക്കും പോകാം. കൊല്ലൻ്റെ ആലയിൽ ഉയർന്ന ആ നല്ല ആയുധങ്ങളെ പോലെ നമ്മൾക്കും നമ്മുടെ ഭാഗ്യങ്ങളെയും നിർഭാഗ്യങ്ങളെയൊക്കെ തട്ടിമറിച്ച് ഭാഗ്യങ്ങളെ മുൻനിർത്തി നമുക്കും നമ്മളുടെ മോൾഡ് ചെയ്തെടുക്കാം അല്ലേ. ആ ആലയിൽ പണിതുയർത്തിയ ആയുധങ്ങൾ ഗുണം ചെയ്യുന്നത് എപ്പോഴാണ്? അതിൻ്റെതായ പർപ്പസ് നടക്കുമ്പോഴാണ്. നമ്മളുടെ ജീവിതത്തിനും ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യമനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റണം. അപ്പോൾ സിമ്പിൾ പോം വിത്ത് എ വെരി ഗുഡ് ലെസൺ അല്ലേ. അപ്പോൾ നമുക്ക് പോയം മനസ്സിലായില്ലേ? ഓരോ വരിയും വ്യക്തമല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കാം. മൂവിങ് ഓൺ ടു ദ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് വേർഡ്സ് ഡസ് എ പോയറ്റ് യൂസ് ടു ഷോ ദ സ്ട്രെങ്ത് ഓഫ് ദ ബ്ലാക്ക് സ്മിത്ത്? അപ്പോൾ കൊല്ലൻ്റെ ശക്തി കാണിക്കാൻ കവി ഏത് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്? മൈറ്റി, ലാർജ് ആൻഡ് സിനവി, ബ്രോണി ആംസ്, അയൺ ബാൻസ്. അപ്പോൾ നമുക്ക് വാക്കറിയാം, വാക്കിൻ്റെ അർത്ഥമൊക്കെ മിസ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കവി കൊല്ലൻ്റെ ശക്തി കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. Why could the blacksmith look the whole world in the face? What does this suggest about the blacksmith? രണ്ടാമത്തെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കൊല്ലന് ലോകത്തിന്റെ മുഖത്തേക്ക് അഭിമാനത്തോടെ നോക്കാൻ കഴിയുന്നത്? ഇത് കൊല്ലനെ കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നത്? He is honest and lives by working hard. He does not owe anyone anything. എന്താണ്? കൊല്ലൻ സത്യസന്ധമായിട്ട് കഠിനാധ്വാനം ചെയ്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കണമെന്നില്ല. അതാണ് അത്രയും നല്ലോണം അഭിമാനത്തോടെ നോക്കാൻ കഴിയുന്നത്. തേർഡ് വൺ, വാട്ട് ഇസ് എ ബ്ലാക്ക് സ്മിത്ത് സ്വിംഗിങ് ഹിസ് ലെഡ് കമ്പയർഡ് ടു? കൊല്ലന്റെ കൂടത്തിന്റെ ആട്ടത്തെ എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ടു എ സെക്സ്റ്റൻ റിംഗിങ് ദ വില്ലേജ് ബെൽ. ഞാൻ പറഞ്ഞു കപ്പ്യാരെന്നാണ് അർത്ഥം. ആ റിംഗിങ് ദ വില്ലേജ് ബെൽ, കപ്പ്യാര് മണിയടിക്കുന്ന കണ്ടിട്ടില്ലേ, അതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. The children enjoy watching blacksmith work. Give instances from the poem that suggest this. Identify another simile used by the poet. എന്താണ്? കൊല്ലന്റെ ജോലിയെ കുട്ടികൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു. ഇതിന് കവിതയിൽ നിന്നും ഉദാഹരണങ്ങൾ കണ്ടെത്തുക. കവി ഉപയോഗിച്ച മറ്റൊരു ഉപമ കൂടി കണ്ടെത്തുക. എന്താണ് സിമിലി എന്ന് പറയുന്നത്? പോയറ്റിക് ഡിവൈസ് ആണ്. അപ്പം നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. കവിതയിലുള്ള സിമിലി ഉള്ള വേറൊരു വാക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ സിമിലി എന്താണെന്നൊന്ന് പറഞ്ഞേ ആദ്യം. വാട്ട് ഇസ് സിമിലി? ലൈക്കും ആസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന വേർഡാണ് സിമിലി. അപ്പോൾ ഇവിടെ നോക്കാം. ദ ബേണിംഗ് സ്പാർക്സ് ദാറ്റ് ഫ്ലൈ ലൈക്ക് സ്റ്റാഫ് ഫ്രം എ ത്രഷിംഗ് ഫ്ലോർ. ഇവിടെ ലൈക്ക് എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിനെ സിമിലി എന്ന് പറയുന്നത്. മറന്നു പോയത് ലൈക്കും ആസും വന്ന. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ബ്ലാക്ക് സ്മിത്ത് ഡു ഓൺ സൺഡേസ്? ഹൗ ഡസ് ഹി ഫീൽ? ഞായറാഴ്ചകളിൽ കൊല്ലൻ എന്താണ് ചെയ്യുന്നത്? അയാൾക്ക് ഇത് എങ്ങനെ അനുഭവപ്പെടുന്നു? He goes to church and sits among his sons listening to the parson's prayer. Hearing his daughter's voice in the choir, he is filled with joy. മക്കളുടെ സൗണ്ടും മക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കര സന്തോഷവാനാണ് എന്നാണ് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ബ്ലാക്ക് സ്മിത്ത് റിമൈൻഡഡ് ഓഫ് when he hears his daughter's voice singing in the village choir? ഗ്രാമത്തിലെ ഗായക സംഘത്തിൽ പാടുന്ന മകളുടെ ശബ്ദം കേൾക്കുമ്പോൾ കൊല്ലന് എന്താണ് ഓർമ്മ വരുന്നത്? He is reminded of his dead wife. മരിച്ചുപോയ ഭാര്യയാണ് അയാൾ ആ സമയം ഓർക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സിമിലീസ് യൂസ്ഡ് ഇൻ ദ പോം. കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപമകൾ കണ്ടെത്തുക. ദ ബേണിംഗ് സ്പാർക്സ് ദാറ്റ് ഫ്ലൈ ലൈക്ക് ഷാഫ് ഫ്രം എ ത്രഷിംഗ് ഫ്ലോർ ആണ്. ആ ലൈൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എയ്ത്ത് വൺ, വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ ടു ദ ബ്ലാക്ക് സ്മിത്ത് വൈഫ്? Pick out lines from the poem to justify your answer. കൊല്ലന്റെ ഭാര്യയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? നിങ്ങളുടെ ഉത്തരം സാധീകരിക്കാൻ കവിതയിൽ നിന്നും വരികൾ തിരഞ്ഞെടുക്കുക. The blacksmith wife might have died. It seems to him like her mother's voice, singing in paradise, how in the grave she lies. അപ്പോൾ ആ വരികളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ജീവനോടെ ഇല്ല എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന വരികൾ. നയൻത് വൺ, what lesson do you learn from the life of blacksmith? കൊല്ലന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പാഠമാണ് ലഭിക്കുന്നത്?
the blacksmith's life establishes the fact that life is a mixture of hardships, sorrow, and happiness. We have to make our fortune from the adverse situations in our life. നമുക്കും അറിയാം ജീവിതം എന്നത് ഒരു മിശ്രിതമാണ്. എന്തിൻ്റെയൊക്കെയാണ്? കഠിനാധ്വാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഒരു കൂടിച്ചേരൽ എന്നാണുള്ള ജീവിതം. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ ഭാഗ്യം എങ്ങനെ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്? ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മുന്നിട്ട് തോറ്റാലും എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ആർജവം കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് കവി പറയുന്നത്. 10th question, pick out the words related to a blacksmith's job from the poem. കൊല്ലന്റെ ജോലിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ബ്ലോ, ഹെവി സ്ലെഡ്ജ്, ബീറ്റ്, ഫ്ലേമിംഗ് ഫോഴ്സ്, ബേണിംഗ് സ്പാർക്സ്. എന്തൊക്കെയാണ്? ബ്ലോ ഉണ്ട്, ഹെവി സ്ലെഡ്ജ് ഉണ്ട്, ബീറ്റ്, ഫ്ലേമിംഗ് ഫോഴ്സ്, ബേണിംഗ് സ്പാർക്സ് ഒക്കെയാണ് ഇതിന് തരുന്നത്. സോ നമ്മൾ ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കി. അഡീഷണൽ ക്വസ്റ്റൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ നോക്കണമെങ്കിൽ ജസ്റ്റ് റെഫർ എക്സാം പോയിന്റ് ബുക്ക്. മിസ് ചെയ്തിരിക്കുന്നതെല്ലാം എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ട് തന്നെയാണ്. നമ്മൾ അവസാനിക്കുകയാണ്. ഒരു യാത്ര ആരുടെ ജീവിതത്തിലാണ് നമ്മൾ ഇന്ന് കടന്നു പോയത്? വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന്റെ ജീവിതമാണ് നമുക്ക് കവി തുറന്നു കാണിച്ചു തന്നത്. സോ ആ ജീവിതം തുടങ്ങുന്നത് തന്നെ കഠിനാധ്വാനം എന്ന ഒരു ആയുധം കൊണ്ടിട്ടാണ്, അല്ലെ? കഠിനാധ്വാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരെയും പേടിയില്ല. സ്വന്തം അധ്വാനം, സ്വന്തം വേർപ്പ് കൊണ്ട് ഭക്ഷിക്കുകയാണ്. അതും സത്യസന്ധമായി ഭക്ഷിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട ഒരാവശ്യവുമില്ല. പിന്നെ എന്താണ് കവി പറയുന്നത്? അദ്ദേഹത്തിന്റെ ആരോഗ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. കൈകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, മുടി ഡ്രൈ ആണ്, മുഖമൊക്കെ സൂര്യന്റെ താപം കൊണ്ട് കറുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇരുണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്നൊക്കെയാണ് കവി അദ്ദേഹത്തിന്റെ ഫിസിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ കവി പറയുന്നുണ്ട്, സാധാരണ എല്ലാ മനുഷ്യരെ പോലെയും ഇദ്ദേഹവും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യൻ ആണെന്ന് നമുക്ക് കാണാം. പള്ളിയിലെ പാട്ട് കേൾക്കുമ്പോൾ തൻ്റെ മരിച്ചുപോയ ഭാര്യയെ അദ്ദേഹം സങ്കടത്തോടെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യനോടും കുടുംബത്തോടും വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ബ്ലാക്ക് സ്മിത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താണ് കവി പറയുന്നത്? ഒരു വലിയ താങ്ക് യു പറഞ്ഞിട്ടാണ് കവി പോയം അവസാനിക്കുന്നത്. എന്താണ്? അദ്ദേഹം, അതായത് ബ്ലാക്ക് സ്മിത്ത് അറിയാതെ പറഞ്ഞു കൊടുത്ത ഒരു പാഠമുണ്ട്. എന്താണ്? നമ്മളും ഇതുപോലെ നമ്മുടെ ജീവിതമാകുന്ന തീച്ചൂളയിൽ ഉരുകി തീർന്ന് അല്ലെങ്കിൽ അതിൽ ഫോം ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളും അഡ്വേഴ്സ് സിറ്റുവേഷൻസും ഒക്കെ ലൈഫിൽ ഫേസ് ചെയ്ത് ആണ് നമ്മൾ ലൈഫിൽ മുന്നിട്ട് വരേണ്ടത് എന്നാണ് കവി പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ? A wonderful poem with a very simple and learnable message, അല്ലേ? ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു പാഠമാണ് കവി പറഞ്ഞു തന്നത്. സോ നമ്മൾ ചാപ്റ്റർ തീർന്നു. We will see with the next chapter. Until then, goodbye children. Thank you.